നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ കിടക്കുന്നതാണ് ഇനി അടുത്ത ടാസ്ക്. എന്തോ സംഭവം എന്ന് മനസ്സിലായില്ല. ഇത് മലയണ്ണാനാണോ അതോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇനി ഡീപ്പ് ഫോറസ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആനകളുണ്ട്, പുലികളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നിലെത്തി. ഇവിടെ നമ്മൾക്ക് സെക്യൂരിറ്റിക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങായിട്ട് ചില ഡാംസിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും ഇല്ലാതെ എന്തോ ഒരു പ്രത്യേകത ഇവിടെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു ട്രാവൽ സീരീസ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മളെ ലഗേജസ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്തു, എല്ലാം സെറ്റാണ്. ഹായ് യോൾ, അപ്പം കൊച്ചിയിൽ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കൊച്ചിയിൽ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഒരു ഫേമസ് ഡാമല്ല, അധികം ആർക്കും അറിയാത്തൊരു ഡാമിലേക്കാണ്. നമ്മൾ ഈ റൈഡിന് പ്രത്യേകിച്ച് ഒന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു നമുക്ക് റൈഡ് പോവാം. അപ്പോൾ പറഞ്ഞു നമുക്ക് റൈഡ് പോവാം, കുറച്ച് ദിവസത്തേക്ക് റൈഡ് എന്തായാലും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നമ്മളെ പാക്ക് ചെയ്തു, എല്ലാം സെറ്റായി റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്ന് പോകുന്ന ഡാമാണ് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയ ഡാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡാം സിറ്റുവേഷൻ ചെയ്യുന്നത് ഒരു മലയുടെ മുകളിലും പിന്നെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അടുത്തുമാണ്. നമ്മൾ ഡാമിൻ്റെ റോഡിലേക്ക് കയറിയ ശേഷം തന്നെ നമുക്ക് മുട്ടം പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം പശുക്കളാണ്. പശുക്കളുള്ളതുകൊണ്ട് തന്നെ മൊത്തം പശുവിൻ്റെ ചാണകവും മറ്റുമായിട്ട് റോഡ് മൊത്തം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. സംഭവന്മാർ പോകുന്നതാണ് നല്ല രസമുണ്ട്. പക്ഷെ എന്താണെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം കോർണറൊക്കെ ചെയ്യില്ല. കോർണറൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്ലിപ്പാവും വണ്ടി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം കൊണ്ട് പോകാം. ഈ ഡാമിലോട്ട് പോകുന്ന വഴി എന്തായാലും സൂപ്പറാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡാം ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് സിറ്റുവേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലൊരു റോഡ് വൃത്തിയായിട്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ചെറിയ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഏരിയ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ഒരു നല്ലൊരു സൂപ്പർ വ്യൂ ഉള്ള ഏരിയയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, സ്ട്രെയിറ്റ് ആയിട്ടൊരു മല കാണാം. ആ മലയുടെ അടുത്താണ് നമ്മുടെ ഡാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഡാം സിറ്റുവേഷൻ ചെയ്യുന്ന ഒരു മലയുടെ മുകളിലാണ്. ഇപ്പോൾ രണ്ട് സൈഡും ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്, ഓൾറെഡി നല്ല രീതിയിൽ ആനകളുടെ ശല്യമുള്ള ഡാമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു നല്ല രീതിയിൽ ആനകളും എല്ലാം ഉണ്ടാവും. നമുക്കെന്തായാലും ചോദിച്ചിട്ട് പോവാം. നമ്മൾ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മലയുടെ സൗന്ദര്യം അങ്ങ് കൂടിക്കൂടി വരികയാണ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നേരെ ഡയറക്റ്റ് ഫോറസ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ആ മലയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫോറസ്റ്റിലോട്ടാണ്. ഇനിയിപ്പോൾ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് നിർത്തി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അലൈൻ ചെയ്ത് വെച്ചിട്ടല്ലേ റബ്ബേഴ്സ്. എന്തായാലും റബ്ബർ പ്ലാന്റേഷൻ കൊള്ളാട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ അവർ അലൈൻ ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. ഈ 360 ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള ആംഗിൾസ് കിട്ടുന്നുണ്ട്. നമ്മൾ വണ്ടിയുടെ ആയാലും ഇപ്പം നമുക്ക് വേറൊരാൾ പ്രത്യേകിച്ച് നമ്മൾ കൂടെ ഇല്ല. അപ്പം നമ്മുടെ വണ്ടിയുടെ മൊത്തം വീഡിയോസ് നമുക്ക് വേണമെങ്കിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പോകുന്ന അണക്കെട്ട് എന്ന് പറയുന്നത് കരുവന്നൂർ പുഴയ്ക്കാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെന്തായാലും കൂടുതൽ എക്സൈറ്റ് ആയിട്ടുള്ളത് ആനയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ചില സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ കാണാവുന്നതിനേക്കാൾ നല്ല ബ്യൂട്ടിഫുള്ളായ സ്ഥലമായിരിക്കും ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും ചിമ്നി ഡാം എന്തായാലും സൂപ്പറാണ്. പക്ഷേ ഈ കാണുന്ന വഴികൾ ഒരു പ്രത്യേകതരം ഭംഗി തന്നെ. എന്തായാലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയസിലൊക്കെ അത്യാവശ്യം കുറച്ച് വീടുകൾ തന്നെ ഒരുമിച്ചായിട്ടാണ് സിറ്റുവേഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു വീട് എന്ന് പറയാം. നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ കിടക്കുന്നതാണ് ഇനി അടുത്ത ടാസ്ക്. ചില പശുക്കൾ നല്ല ഡേഞ്ചറായിരിക്കും, പക്ഷേ ഈ പശുക്കൾ വലിയ കുഴപ്പമില്ല. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റി. കാരണം എനിക്കൊന്ന് ഓൾറെഡി അവർക്ക് അറിയാം ഈ സ്ഥലത്തൂടെ ആൾക്കാർ വരുന്നതാണ്, ട്രാവലേഴ്സ് വരുന്നതാണ്. അപ്പോൾ അവർക്കറിയാം അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. അതുകൊണ്ടായിരിക്കാം. ഈ ഏരിയാസൊക്കെ കാണുമ്പോൾ എനിക്കൊരു തമിഴ്നാടത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. കാരണം ഈ വീടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു തമിഴ്നാട് ടച്ച് തന്നെയുണ്ട്. അത് മാത്രമല്ല ഈ പശുക്കളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ.
നേരത്തെ പറഞ്ഞ പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിയാറായി. ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്താറായി. ഈ ചെക്ക് പോസ്റ്റ് എന്നുള്ളത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ചെക്ക് പോസ്റ്റാണ്. ഇനി നമുക്ക് പേരും ഡീറ്റെയിൽസൊക്കെ അവർക്ക് ഷെയർ കൊടുക്കണം. ഞാൻ ഈ ബാഗ് തുറക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പം ബാഗിലായിരുന്നു ക്യാഷ് ഉണ്ടായിരുന്നത്. അപ്പം ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് അവർക്ക് കൊടുത്തു. കാരണം ഗൂഗിൾ പേ ഒന്നും ഇവിടെ വർക്കാവില്ല. അപ്പം നിങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ക്യാഷ് കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ലഗേജസൊക്കെ നമ്മൾ തുറന്ന് ഓൾറെഡി എല്ലാം ക്ലോസ് ചെയ്ത് സെറ്റാക്കി നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇനി ഡീപ്പ് ഫോറസ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആനകളുണ്ട്, പുലികളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നും മുന്നിൽ പെടരുതേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ അവിടെ എത്തിയാൽ എന്തായാലും ആനകളുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ വഴികളും കാര്യങ്ങളും നമുക്ക് അവരോട് ചോദിച്ചു നോക്കണം എവിടേക്കാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 2 വഴികൾ കാണുന്നുണ്ട്. നമുക്ക് നേരെയാണ് ഡാമിലോട്ടുള്ള വഴി. റൈറ്റ് സൈഡിലുള്ളത് ഓൾറെഡി പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയസിലോട്ട് ആനകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഏരിയ ഒട്ടും മോശമല്ല, അത്യാവശ്യം നല്ല ഡീപ്പാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തി കേട്ടോ, ഡാമിൻ്റെ അവിടത്തേക്ക് എത്തി. ഇനി നമുക്കിവിടെ ഒന്ന് പാർക്ക് ചെയ്യണം വണ്ടി. നമുക്ക് എവിടെ ആണെന്ന് നോക്കിയിട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടാണ് നമ്മൾ പാർക്കിംഗ് ഏരിയ. ഇതെന്താ ബസ് സ്റ്റോപ്പോ? അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം ഞാനിവിടുത്തെ ആൾക്കാരൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. റൈറ്റ് സൈഡാണ് ആന വരുന്ന വഴി. അപ്പോൾ ആ വഴി ഇപ്പോൾ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നിലെത്തി. ഇവിടെ നമ്മൾക്ക് സെക്യൂരിറ്റിക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 2 ആൾക്കാരായിട്ട് സെക്യൂരിറ്റിക്കാർ അവിടെ കളിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഉള്ളതാണ് തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഡാം. മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഡാമിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടിയൊന്നും ഇതുപോലെ ഇതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അന്നേരം നമ്മൾ നടന്നിട്ടാണ് കാഴ്ചകളൊക്കെ ഇനി കാണാൻ പോകുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരുവന്നൂർ പുഴ. കരുവന്നൂർ പുഴയ്ക്കാണ് ഇപ്പോൾ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അണക്കെട്ട് നിർമ്മിച്ചതും ഞാൻ ജനിച്ചതും ഒരേ ഇയറിലാണ്. അതായത് 1996 ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 60 കോടി ചിലവിട്ടാണ് അന്ന് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ പറഞ്ഞ പോലെ കരുവന്നൂർ പുഴയും റൈറ്റ് സൈഡ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മലയുമാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർ വിഷ്വൽസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും തൃശ്ശൂർ ഭാഗത്തേക്ക് നിങ്ങൾ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഈ സ്ഥലത്ത് നിങ്ങൾ വന്നിരിക്കണം, കണ്ടിരിക്കണം. രാവിലെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഡാമിൻ്റെ ലൊക്കേഷനിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്താ രസമല്ലേ. ഹായ് ഗൈസ്, അപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അതാ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല എന്തായാലും. അത് അവിടെ ആയിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ എന്തോ സംഭവം എന്ന് മനസ്സിലായില്ല. ഇത് മലയണ്ണാനാണോ അതോ നമുക്ക് രണ്ടുപേർക്കും മലയണ്ണാനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. മലയണ്ണാനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധ്യതയില്ല. അത് അതുകൊണ്ട് ആ ഒരു ഭാഗത്തായിട്ട് 2 എണ്ണം ഇരിപ്പുണ്ട്. അത് കഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ കുറച്ച് വെയിലായി, പക്ഷേ ആ ഭാഗത്ത് ഇപ്പം ചെറിയ കോടയെല്ലാം ഓൾമോസ്റ്റ് മിഡിൽ ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു മലയെല്ലാം ഉണ്ട്, കുറച്ച് വലിയ മല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മളിതിനു മുമ്പും അങ്ങായിട്ട് ചില ഡാംസിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാതെ എന്തോ ഒരു പ്രത്യേകത ഇവിടെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പോയിടത്തൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് ഡാമിന് മുകളിൽ കൂടെ ആൾക്കാരെയൊക്കെ കടത്തി വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമാകുമ്പം നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടത്തില്ലല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അതുമല്ല, ഇത്രയും ഒരു ഫോറസ്റ്റ് സറൗണ്ടഡ് ആയിട്ട് ഞാനിതിനു മുമ്പ് വേറൊരു ഡാം കണ്ടിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇത്രയും ഇങ്ങനൊരു എന്താ പറയുക സറൗണ്ടിങ്സ് ഉള്ള ഒരു ഡാം ഇതാണ്. ഇതൊക്കെ ഒരു ഭാഗം കണ്ട. ഇതിൻ്റെ ദൂരെ റബ്ബറെല്ലാം, റബ്ബറിൻ്റെ മോൾവശമെല്ലാം, റബ്ബർ ട്രീയുടെ മോൾവശമെല്ലാം കാണുന്നുണ്ട് ആ ഒരു ഭാഗത്തായി. എനിക്ക് സീരിയസ്ലി
ഈ ഡാമിൻ്റെ സൈഡിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു ഫോറസ്റ്റ് സൈഡാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തോട്ട് പോകുന്നത്. ഈ ഭാഗത്തു നിന്നൊരു ചൂടും അപ്പുറത്തെ ഭാഗത്തു നിന്നൊരു തണുപ്പും, ഒരു ചെറിയ തണുത്ത കാറ്റെല്ലാം അടിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ ആ ഭാഗത്തുനിന്ന് കാറ്റടിക്കുമ്പോൾ നല്ലതായിട്ടൊരു നല്ല ഫ്രഷ് ഫീൽ. കണ്ടോ? അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നടന്നിങ്ങെത്തി. നമ്മൾ ആ ഭാഗത്ത് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ മുൻപ് നീങ്ങുന്നത്. കണ്ടോ? അപ്പോൾ ഓരോ സ്ഥലം മാറുന്തോറും വ്യൂസ് നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇതാണ്ട അവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. അതായത് ഡാമിലോട്ടുള്ള എൻട്രൻസ് ഗേറ്റ് ആണെന്ന് തോന്നുന്നു. മെയിൻ എൻട്രൻസ് ആണ് തോന്നുന്നു. അവിടോട്ട് നമ്മളെ കടത്തി വിടുന്നു തോന്നുന്നില്ല. കാരണം അവിടെ മുമ്പ് പറഞ്ഞ ഷട്ടറും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അങ്ങോട്ട് വലിയ ദൂരം പോയിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ അവിടെ വരെ പോകാം.